ശ്രീനി എന്ന ഒറ്റ നക്ഷത്രം ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തായ സത്യൻ അന്തിക്കാടിന്റെ കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനിയെ പരിചയപ്പെട്ടതും ഒന്നിച്ച് സിനിമകൾ ചെയ്തതിനെക്കുറിച്ചുമൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയത്. ഒരു ട്രെയിൻ യാത്രയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ഞാൻ. വെഞ്ചാമരം പോലെ നരച്ച മുടിയുള്ള പ്രൗഢയായ ഒരു സ്ത്രീ അടുത്തു വന്ന് പരിചയപ്പെട്ടു. ഒരു പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത അധ്യാപികയാണ്. സംസാരത്തിനിടയിൽ അവർ ചോദിച്ചു, മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് ആരാണ്? സ്വാഭാവികമായും ഞാൻ MTയുടെ പേര് പറഞ്ഞു. പത്മരാജനും ലോഹിതദാസും തൊട്ടടുത്ത് വരുമെന്നും ഒരു ചെറിയ ചിരിയോടെ അവർ പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ മലയാളികളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ തൊട്ടറിഞ്ഞ എഴുത്തുകാരൻ ശ്രീനിവാസനാണ്. ചിരിപ്പിക്കുന്ന നടനായതുകൊണ്ട് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മികവ് പലരും കാണാതെ പോകുന്നു. എന്നിട്ട് ചിന്താവിശിഷ്ടയായ ശ്യാമളയിലെ വടക്ക് നോക്കിയന്ത്രത്തിലെയും സന്ദേശത്തിലെയും വരവേൽപ്പിലെയും കഥാപാത്രങ്ങളുടെ ശക്തിയെപ്പറ്റി അവർ പറഞ്ഞു. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കടന്നുവന്ന ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറഞ്ഞു. വളച്ചുകെട്ടില്ലാത്ത സംഭാഷണങ്ങളെപ്പറ്റി പറഞ്ഞു. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അധ്യാപികയുടെ നിരീക്ഷണമാണ്. എനിക്ക് അത്ഭുതം തോന്നിയില്ല. അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ശ്രീനിവാസനെ എന്നും ചേർത്ത് നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ശ്രീനിവാസൻ ഒരേ സമയം എൻ്റെ സുഹൃത്തും ഗുരുനാഥനുമായിരുന്നു. ശ്രീനിവാസനിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവരുടെ തിരക്കഥകൾ സിനിമയാക്കുമ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാതെ ഒരു വാചകം പോലും ശ്രീനി എഴുതിയിട്ടില്ല. എഴുതാമെന്ന് സമ്മതിച്ച തിരക്കഥകളിൽ പോലും തനിക്ക് പറ്റില്ലെന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെടാറുണ്ട്. അതെൻ്റെ അനുഭവം കൂടിയാണ്. കുടുംബപുരാണം എന്ന സിനിമയുടെ ആദ്യത്തെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനായിരുന്നു. അന്ന് അഭിനയിക്കാനും എഴുതാനും വളരെയേറെ തിരക്കുകളൊന്നുമില്ലാത്ത കാലമാണ്. സംസാരം അത് മിൽസാരം എന്ന തമിഴ് സിനിമയുടെ കഥയിൽ നിന്നാണ് തിരക്കഥ രൂപപ്പെടുത്തേണ്ടത്. ശ്രീനിവാസൻ ആ സിനിമ കണ്ടിട്ടില്ല. ആശയം പറഞ്ഞപ്പോൾ ഇഷ്ടമായി എൻ്റെ കൂടെ വന്നതാണ്. കോഴിക്കോട് അളകാപുരി ഹോട്ടലിലെ കോട്ടേജിലിരുന്ന് ഞങ്ങളതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു. ശ്രീനി കൂടെ ഉണ്ടാക്കുമ്പോൾ സ്ക്രിപ്റ്റിനെ പറ്റി എനിക്ക് പേടിയില്ല. പ്രൊഡ്യൂസറെ വിളിച്ച് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തു. ബാലചന്ദ്രമേനോനും തിലകനും അടക്കമുള്ള നടീനടന്മാരുടെ ഡേറ്റൊക്കെ വാങ്ങി. ഷൂട്ടിങ്ങിനുള്ള സമയമാകാറായിട്ടും തിരക്കഥയെഴുത്ത് പുരോഗമിക്കുന്നില്ല. 10-15 സീനുകൾക്കപ്പുറത്തേക്ക് കഥ വികസിക്കുന്നതേയില്ല. തമിഴ് സിനിമയുടെ കാസറ്റ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എന്ന് ഞാൻ ചോദിച്ചു. സിനിമ കണ്ടാൽ അത് വെറും ഒരു റീമേക്കായി പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ടാണ് ശ്രീനി അത് കാണാതിരുന്നത്. പക്ഷേ മറ്റു വഴികളൊന്നും തെളിയാത്തതുകൊണ്ട് പടം കാണാൻ തന്നെ തീരുമാനിച്ചു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന സംസാരം അത് മിൽസാരം പൂർണ്ണമായി കണ്ടു. തിരിച്ചെത്തുമ്പോൾ രാത്രിയായി. ശ്രീനി ഒന്നും മിണ്ടുന്നില്ല. അറിയാവുന്ന കഥയായതുകൊണ്ട് ഞാനതിനെപ്പറ്റി വേവലാതിപ്പെട്ടുമില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണരുമ്പോൾ കാണുന്നത് ശ്രീനിവാസൻ കുളിച്ച് വേഷം മാറി പെട്ടി പാക്ക് ചെയ്യുന്നതാണ്. എന്തു പറ്റി എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ റിസപ്ഷനിൽ വിളിച്ച് തലശ്ശേരിക്ക് പോകാൻ ഒരു കാർ വേണമെന്ന് പറയുന്നു. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് ഞാൻ സംശയിച്ചു. തിരക്കിട്ട് കാറിൽ കയറുന്നതിന് മുമ്പ് ശ്രീനി പറഞ്ഞു, ഈ കഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ്. ജീവൻ വേണമെങ്കിൽ നിങ്ങളും രക്ഷപ്പെട്ടോ. ഇതിൽ നിന്നൊരു സിനിമയുണ്ടാക്കാൻ പറ്റില്ല. മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീനി പോയി. ഞാൻ നടുക്കടലിലായി. ആ തമിഴ് സിനിമയുടെ കഥയിൽ നല്ലൊരു ആശയമുണ്ടെന്ന് എനിക്ക് അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസറെ വിളിച്ച് ഷൂട്ടിംഗ് ഡേറ്റൊക്കെ മാറ്റി ഞാൻ ലോഹിത് സാറിനെ സമീപിച്ചു. നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. കഥ കേട്ടപ്പോൾ ലോഹി പറഞ്ഞു, എനിക്കും ആ സിനിമ കാണണ്ട. സത്യൻ പറഞ്ഞ കഥയിൽ നിന്ന് നമുക്കൊരു തിരക്കഥയുണ്ടാക്കാം. അതിനുള്ള മരുന്ന് ആ കഥയിലുണ്ട്. ലോഹിതദാസ് അത് മനോഹരമായി എഴുതി. ശ്രീനിവാസനും അതിൽ നല്ലൊരു വേഷമുണ്ടായിരുന്നു. അഭിനയിക്കാൻ വന്നപ്പോൾ തിരക്കഥ ഞാൻ ശ്രീനിയുടെ കയ്യിൽ കൊടുത്തു. ലോഹി എഴുതിയപ്പോൾ ഇത് നന്നായി. എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. തർക്കിക്കാൻ നിന്നാൽ നിങ്ങളെന്നെ അവിടെ പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് ഞാനത് ആ കൊലച്ചതി ചെയ്തത് എന്ന് പറഞ്ഞ് ശ്രീനി ചിരിച്ചു. തിരക്കഥ എഴുത്ത് ഒരു ജോലിയായി ശ്രീനി കണ്ടിട്ടില്ല. അനുഭവങ്ങളും അറിവുകളുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.